ഹായ് ഫ്രണ്ട്സ്, BNK ടെക്നോളജീസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു പ്രിന്ററിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ്. മറ്റേതല്ല, കനോൺ എന്ന കമ്പനിയുടെ ഇങ്ക് ടാങ്ക് പ്രിന്ററായ കനോൺ പിക്സിമ G4010 എന്ന പ്രിന്ററിന്റെ അൺബോക്സിംഗും കൂടാതെ ഫസ്റ്റ് സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളത്, അതായത് ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ, ഫസ്റ്റ് ഇങ്ക് റീഫില്ലിങ്ങും, ഫസ്റ്റ് എങ്ങനെ പ്രിന്റ് ചെയ്യാം എന്നുള്ള എല്ലാം ഉള്ള ഒരു ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നു. കൂടുതലുള്ള ബെൽ ബട്ടൺ നിൽക്കുന്ന എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫോൺ ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഫ്രണ്ട്സാകും ഷെയർ മറക്കരുത്. ലൈക്കും ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റും ചെയ്യണം. തീർച്ചയായിട്ടും റീപ്ലൈ തരുന്നതാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഞാൻ പറഞ്ഞ പോലെ കനോണിൻ്റെ പിക്സിമ G40 എന്ന പ്രിൻ്ററാണ്. ഓക്കെ, വൈഫൈയും ഫാക്സും ADF പ്രിൻറ്റിങ്ങും എല്ലാം ഉള്ളൊരു ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് പ്രിൻ്റർ എന്ന് തന്നെ വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാം. അതിലിവിടെ എല്ലാം വയർലെസ് പ്രിൻറ്റിങ്ങും കുറേ ഫീച്ചേഴ്സൊക്കെ ഇതിൽ ഇവിടെ ബോക്സുമ്പോൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ആദ്യം തന്നെ പറയാം, നിങ്ങൾ ഏറ്റവും നല്ലത് നിങ്ങളെ നിയറസ്റ്റ് സർവീസ് സെൻറ്ററുമായിട്ട് കോൺടാക്ട് ചെയ്ത് അവർ ഫ്രീ ആയിട്ട് വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നമുക്ക് അതിൻ്റെ ഡ്രൈവർ സൈഡിയും മാനുവലും യൂസർ ഗൈഡും എല്ലാം ഉള്ളൊരു പാക്കാണ്. അത് നമ്മൾ മാറ്റി വെച്ചു. പിന്നെ ഇതിൻ്റെ സൈഡിൽ വേറൊരു ചെറിയൊരു തെർമോകോൾ പീസ് ഒരു സെക്ഷൻ വരുന്നുണ്ട്. അതിലാണ് നമ്മളെ പ്രിൻ്ററിൻ്റെ ഇങ്ക് ബോട്ടിൽസും അതേപോലെ ഹെഡ്, USB കേബിൾ, ഫാക്സ് കേബിൾ, പവർ കോഡ് എല്ലാം ഉള്ളൊരു ബണ്ടിലാണിത്. കണ്ടില്ല, ഇത് ഈ പവർ കോഡും എല്ലാം ഉള്ളൊരു ഇതാണ്. അതേപോലെ ഇത് 4 ഇങ്ക് ബോട്ടിലും ഇതിന് വരുന്നുണ്ട്. ബ്ലാക്ക്, സിയാന്, മജന്ത, യെല്ലോ. മറ്റേ സൈഡിൽ ഹെഡുകളാണ് വരുന്നത്. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് പ്രിൻ്റർ ബോക്സിൽ നിന്നും പുറത്തോട്ട് എടുക്കാം. നമ്മൾ പ്രിൻ്റർ ബോക്സിൽ നിന്നും പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ കവറെല്ലാം റിമൂവ് ചെയ്ത് തെർമോകോളിൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ ഈ കാണുന്ന ഈ ഓറഞ്ച് ടാപ്പുകൾ ഫുള്ള് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഡാമേജ് വരാത്ത രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ഓറഞ്ച് ടാപ്പുകളും റിമൂവ് ചെയ്യാം. അപ്പോൾ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് റിമൂവ് ചെയ്യണം കേട്ടോ. ഈ ഓറഞ്ച് ടാപ്പുകൾ ഫുള്ള് ചെറിയ ഇടയിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത സ്ഥലത്ത് കുറേ ഉണ്ടാവും. അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം റിമൂവ് ചെയ്യാൻ. ഇതേ കണ്ടില്ലേ, ADFൻ്റെ യൂണിറ്റിൻ്റെ ഇവിടെ ഇതേപോലെ കാണുന്നുണ്ട്. അപ്പോൾ അത് റിമൂവ് ചെയ്യാം. നെക്സ്റ്റ് വന്നിട്ട് ഹെഡ് വെക്കുന്ന സെക്ഷനിലും ഉണ്ടാവും. അത് നമുക്ക് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് കാണാൻ കഴിയും. ഇവിടെ എല്ലാം ക്ലിയറാണ്. അവിടെ ഒരു ഓറഞ്ച് ടാപ്പ് ഉണ്ട്, അത് റിമൂവ് ചെയ്യാം. അല്ലേ, അതേപോലെ ഈ പ്രിൻ്ററിൻ്റെ സൈഡിലായിട്ടും ഒരു ഓറഞ്ച് ടാപ്പ് വരുന്നത് നമുക്ക് പൊക്കുന്ന സമയം ഇതേപോലെ സ്കാനർ യൂണിറ്റ് പൊക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. കണ്ടില്ലേ, ഇത് പല ആളുകളും ഇത് റിമൂവ് ചെയ്യാതെയാണ് ഓണാക്കാറ്. പല ഡാമേജസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് റിമൂവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻ്ററിൻ്റെ ഹെഡ് വെക്കാം. അപ്പോൾ റിമൂവ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹെഡ് വെക്കേണ്ട ഭാഗമാണ്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട തെർമോകോൾ പീസിൽ നിന്നും ഹെഡ് എടുക്കുക. 2 ഹെഡുകളാണ് വരുന്നത്, ബ്ലാക്ക് ആയിട്ടും കളറായിട്ടും. ഓക്കെ, സിമ്പിളാണത്. അപ്പോൾ നമ്മൾ ആ ഹെഡിൻ്റെ ബോക്സിൽ നിന്ന് നമ്മൾ ഹെഡ് പുറത്തോട്ട് എടുത്തു. ശേഷം ഇതേപോലെ സ്കാനർ യൂണിറ്റ് പൊക്കുക. 45 ആംഗിൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഹെഡിൻ്റെ ക്യാരേജ് ടോപ്പ് ഓപ്പൺ ചെയ്യുക. ഹെഡ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഹെഡിൽ 2 ഓറഞ്ച് ടാപ്പ് ഉണ്ടാവും. അത് റിമൂവ് ചെയ്യണം. ഓക്കെ, ഇതേപോലെ സിമ്പിളായിട്ട് വെക്കുക. അത് വെക്കുന്ന സമയത്ത് C എന്ന് എഴുതിയത് കളർ, B എന്ന് എഴുതിയത് ബ്ലാക്ക് എന്നാണ്. അത് അതിൻ്റേതായ അതിൽ തന്നെ വെക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ 2 ബ്ലൂ ടാപ്പ് ക്ലോസ് ചെയ്യണം. എന്നിട്ട് ഡോറ് ക്ലോസ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം പ്രിൻ്റർ വർക്കിംഗ് കണ്ടീഷൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് സ്റ്റെപ്പ് ഇങ്ക് റീഫില്ലിംഗ് ആണ്. ഇങ്ക് റീഫില്ലിംഗ് വന്നിട്ട് 4 ടാങ്കുകളാണ് വരുന്നത്. ബ്ലാക്കും, സിയാന്, മജന്ത, യെല്ലോ, അങ്ങനെ പറഞ്ഞാൽ 4 ടാങ്കുകൾ. ലെഫ്റ്റ് സൈഡിൽ ബ്ലാക്കാണ് വരുന്നത്. അത് ഏകദേശം 140 ml ആണ് വരുന്നത്. കുറച്ച് വലിയ ബോട്ടിലായിരിക്കും. അത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ടോപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ടാങ്കിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അത് ഓട്ടോമാറ്റിക് റീഫിൽ ആയിക്കോളും. അല്ലെങ്കിൽ നമ്മൾ ഫിംഗർ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ബോട്ടിലിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇങ്ക് ടാങ്കിലേക്ക് നിറയുന്നതാണ്. നമ്മൾ ഈ കാണുന്നത് ബ്ലാക്ക് ഇങ്ക് റീഫിൽ ചെയ്യുന്നതാണ്. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, നിങ്ങൾ ഏറ്റവും നല്ലത് നിങ്ങളെ നിയറസ്റ്റ് സർവീസ് സെൻറ്ററിൽ അല്ലെങ്കിൽ ജസ്റ്റ് ടോൾ ഫ്രീ ഗൂഗിളിൽ സെർച്ച് ചെയ്ത കനോണിൻ്റെ ടോൾ ഫ്രീ നമ്പർ കിട്ടും. ആ കനോണിൻ്റെ ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ 2 ദിവസത്തിനുള്ളിലായിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കനോണിൻ്റെ ഓതറൈസ്ഡ് ടെക്നീഷ്യൻ വന്നിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതാണ്. നമുക്ക് റിസ്ക് ഒഴിവാക്കാം. കാരണം ഇൻസ്റ്റാളേഷൻ്റെ ഇടയിൽ എന്തെങ്കിലും ഫാൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ വാറണ്ടി റീപ്ലേസ്മെൻറ്റ് കിട്ടുന്നതല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക.
അപ്പോൾ ബ്ലാക്ക് റീഫിൽ ചെയ്ത് കഴിഞ്ഞു ശേഷം ഇനി നമുക്ക് കളറിലെ 3 സിയാനാണ് ഫസ്റ്റ് റീഫിൽ ചെയ്യുന്നത്. ഇതേപോലെ സിമ്പിളായിട്ട് തന്നെ റീഫിൽ ചെയ്യാണ്. ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഇങ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഒഴിക്കാൻ പാടില്ല. സപ്പോസ് സിയാൻ കൊണ്ടുപോയിട്ട് നമ്മൾ മജന്തയിലോ യെല്ലോയിലോ അല്ലെങ്കിൽ ബ്ലാക്കിലോ ഒഴിക്കാൻ പാടില്ല. അതേപോലെ തന്നെ മറ്റ് ഇങ്കുകൾ അതിൻ്റേതായ കളർ കോമ്പിനേഷനിലല്ലാതെ മാറി ഒഴിക്കാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതോടുകൂടി നിങ്ങൾക്ക് വാറണ്ടി സപ്പോർട്ട് കിട്ടൂല. പിന്നെ അത് നിങ്ങൾ റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ സർവീസ് സെൻറ്ററിലേക്ക് കൊണ്ടുപോയി അവർ ക്ലീൻ ചെയ്തൊക്കെ തരും. അതിന് ചിലപ്പോൾ വാറണ്ടി ക്ലെയിമിൽ പെടില്ല, ചിലപ്പോൾ അഡീഷണൽ ചാർജ് കൊടുക്കേണ്ടി വരും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ മൂന്നാമത്തെ കളറായ മജന്തൻ്റെ ടാങ്കിൽ ഇങ്ക് റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഏകദേശം മജന്ത ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റത്തെ ബോട്ടിലായ ലാസ്റ്റത്തെ ടാങ്കായ യെല്ലോ ടാങ്ക് റീഫിൽ ചെയ്യാം. എല്ലാം സിമ്പിളാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓൺലൈനിൽ നിന്നൊന്നും ഇങ്ക് വാങ്ങാൻ നിൽക്കരുത്. പല ആളുകൾക്കും ഞാൻ കണ്ടിട്ടുണ്ട്, പല ആളുകൾക്കും കമ്പനിയുടെ ടെക്നീഷ്യൻ വന്നിട്ട് വാറണ്ടി കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഓൺലൈനിലൂടെ വരുന്നതെല്ലാം ഒരു 99% വേണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇങ്കാണ് വരുന്നത്. അവരെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷേ ഒരു കാര്യമില്ല, നമുക്കത് ഇങ്ക് നമ്മൾ യൂസ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഹെഡിന് ഡാമേജ് വരും. പ്രിൻറ്റിങ്ങിന് ക്ലാരിറ്റി കുറവായിരിക്കും. പിന്നെ വാറണ്ടി കവറേജ് കിട്ടുകയില്ല. പ്രത്യേകം അത് കമ്പനി തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മളെ ഇങ്ക് റീഫില്ലിങ് കഴിഞ്ഞു. ഇനി നമുക്ക് പ്രിൻ്റർ ഓണാക്കാം. അപ്പോൾ പ്രിൻ്റർ ഓണാക്കുന്ന സമയത്ത് പ്രിൻ്ററിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ പവർ കേബിൾ ഇതേപോലെ കണക്റ്റ് ചെയ്തിട്ട് ഓണാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പ്രിൻ്റർ കേബിൾ നമ്മൾ പവർ കേബിൾ നേരെ ബാക്കിൽ കണക്ട് ചെയ്തു ശേഷം ഈ പവർ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഒരു മിനിറ്റ്, പ്ലഗ് ഒന്നും ഓൺ ആക്കിയിട്ടില്ല. ഇതേപോലെ ജസ്റ്റ് സിമ്പിളായിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. പ്രിൻ്റർ ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇനീഷ്യലൈസേഷൻ വർക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് പ്രിൻ്ററിൽ വേറെ എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം നമുക്ക് ഡിസ്പ്ലേയിൽ ഇതേപോലെ കനോൺ എന്നുള്ള എഴുതിയിട്ട് കാണിക്കും. ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതേപോലെ ലാംഗ്വേജ് സെറ്റ് ചെയ്യാൻ ചോദിക്കും. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷും സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ കൺട്രി ഓർ റീജിയൻ സെലക്ട് ചെയ്യാൻ ചോദിക്കും. അവിടെ നമ്മൾ കൺട്രി ഏതാണ് റീജിയൻ ഏതാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. ഇന്ത്യത് ഇന്ത്യയാണ്, അപ്പോൾ ഞാൻ ഇന്ത്യ സെലക്ട് ചെയ്തു. നെക്സ്റ്റ് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടാവും ഇങ്ക് ടാങ്കിൽ ഇങ്ക് ഫില്ല് ചെയ്തോ എന്നുള്ളത്. നമ്മൾ ഓക്കെ എന്ന് കൊടുക്കുക. പിന്നെ കണക്ഷനൊക്കെ എല്ലാം ഓക്കെ അല്ല എന്നുള്ളത് ജസ്റ്റ് ഓക്കെ എന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഈ പ്രോസസ്സിംഗ് എന്നുള്ളൊരു മെസ്സേജ് ഇങ്ങനെ കാണിക്കും. അത് കുറച്ച് ടൈം ഉണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ആ വെയിറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് ഇങ്ങനെ റെഡി ടു കണക്റ്റ് എന്നുള്ളൊരു മെസ്സേജ് കാണിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ യൂസർ ഗൈഡിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ യൂസർ മാനുവലിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അതായത് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് എന്നൊരു നമുക്കൊരു ഗൈഡ് ബുക്ക് കിട്ടിയിട്ടുണ്ടാവും, പ്രിൻ്ററിൻ്റെ ബോക്സിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ അതേപോലെ നമുക്ക് ചെയ്യണം. അപ്പോൾ ഈ മെസ്സേജ് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റോപ്പ് ബട്ടൺ ഉണ്ടല്ലോ, ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ഹോൾഡ് ചെയ്ത് പ്രസ് ചെയ്ത് പിടിക്കുക. ഇതേപോലെ ഈ സ്റ്റോപ്പ് ബട്ടൺ, ഓറഞ്ച് ബട്ടൺ നമുക്ക് കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിക്കാം. അപ്പം നമുക്ക് ഡിസ്പ്ലേയിൽ എന്ത് ചെയ്യും, നേരത്തെ മെസ്സേജ് ഒന്ന് മാറി വേറൊരു മെസ്സേജ് കാണിക്കും. ഇതേപോലെ സെലക്ട് കണക്ഷൻ മെത്തേഡ് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ ആയതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ഡു നോട്ട് കണക്റ്റ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഇങ്ക് ചാർജ് എന്നുള്ള മെത്തേഡ് നടക്കുകയുള്ളൂ. അപ്പം അങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്ലീസ് വെയിറ്റ് എന്നുള്ള മെസ്സേജ് കാണിച്ചു. അതേപോലെ അഡ്ജസ്റ്റ് ഫോർ ഫസ്റ്റ് യൂസേജ് എന്നുള്ള മെസ്സേജ് കാണിക്കുന്നുണ്ട്. ഈ സമയം പ്രിൻ്ററിൻ്റെ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു ഏകദേശം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ കാണിക്കും. അതായത് ഈ കോപ്പി എന്നുള്ള ഈ മെസ്സേജ് കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രിൻറ്റിങ് റെഡിയാണെന്നുള്ള സ്റ്റാറ്റസാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആദ്യം എന്ത് ചെയ്യാം, ഒരു പേപ്പർ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോസ്റ്റാറ്റ്, അതായത് സെറോസ് എടുത്ത് നോക്കാം. സെറോസ് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് പ്രിൻ്ററിന് ചെറിയൊരു ഹാങ്ങിങ് ഉണ്ടാവും. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ചെറിയൊരു സ്ലോ ഉണ്ട്.
അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക, കാരണം അത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അതിൻ്റെ ഇനീഷ്യലൈസേഷൻ സ്റ്റാർട്ടിങ് ഒക്കെ ഒന്ന് നടക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലോഡിങ് കഴിഞ്ഞിട്ട് ഇതാ പ്രിൻ്റ് ഇതാ വരാൻ പേപ്പർ പിക്ക് ചെയ്തിട്ടുണ്ട്. പ്രിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ പ്രിൻ്റ് ചെയ്തതാ പുറത്തോട്ട് പേപ്പർ വരുന്നത് കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്കും ചെയ്യണം. എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും സപ്പോർട്ട് തരുന്നതാണ്. ഓക്കെ, ബൈ ബൈ.